അങ്ങ് വളരെ കൃത്യമായിട്ട് പ്രവചിച്ചതായിരുന്നല്ലോ വി ഡി സതീഷിന്റെ ഈ ഒരു വിജയവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രവചിച്ചതായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ നടന്നിരിക്കുന്നു അല്ലെ? യെസ്, നമ്മൾ പറഞ്ഞ സീറ്റും നമ്മൾ പറഞ്ഞ ഭൂരിപക്ഷവും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്തതാണ്. അതായത് 87 ഉറപ്പ്, അതിനുശേഷം വേവ് ഉണ്ടെങ്കിൽ അപ് ടു 20 കൂടും എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വന്നു. പിന്നെ നമ്മൾ പറഞ്ഞതില് എറണാകുളം ജില്ലയിലെ 2 സീറ്റ് ആ ഇലക്ഷന് മുമ്പാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ 6-ാം തീയതി കണ്ട അടുത്ത. അപ്പൊ അതില് വൈപ്പിനും കളമശ്ശേരിയും കുറച്ചും കൂടി പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞ സീറ്റുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വി ഡി സതീശന്റെ ഭൂരിപക്ഷവും നമ്മൾ പറഞ്ഞിടത്തേക്ക് എത്താമുണ്ട്. അപ്പൊ അത് നമ്മുടെ ചാനൽ ചെയ്തേക്കുന്ന കാര്യങ്ങള് വളരെ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ സംഭവിച്ച കാര്യം ശരിക്കും എല്ലാവരും പഠിക്കേണ്ടതാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ്. ഇപ്പൊ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? കേരളത്തിലെ ജനങ്ങള് മണ്ടന്മാരല്ല, അതിബുദ്ധിമാന്മാരാണ് എന്ന ഒരു സത്യമാണ് ഇപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. രാഷ്ട്രീയ വിദ്യാർത്ഥികളും സാധാരണക്കാരും അടക്കം എല്ലാവർക്കും നല്ല അറിവുണ്ട്. ആ അറിവിന്റെ പ്രതിഫലനമാണ് ഇപ്പോ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയ പ്രഹരം, അതിശക്തമായ പ്രഹരം. അപ്പൊ അതിന്റെ വശങ്ങള്, അതായത് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അത് വളരെ നീട്ടി പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ പറയാം. അധികാര സ്ഥാനത്തിരിക്കുന്നവർ വിനയത്തിന്റെയും സൗമ്യതയുടെയും സഹിഷ്ണുതയുടെയും പൊതുജന സേവനത്തിന്റെയും പര്യായമായിട്ടായിരിക്കണം. അതിന് പകരം കടക്കു പുറത്ത് വീട്ടിൽ പോയി ചോദിക്ക്, പിന്നെ എന്തെങ്കിലും പ്രതിഷേധം കാണിക്കുന്ന കുട്ടികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുക, അതേപോലെ തന്നെ പ്രതിഷേധിക്കുമ്പോൾ അവരെ പാർട്ടിക്കാരെ വിട്ട് പോലീസിന്റെ മുന്നിൽ തല്ലിക്കഴിഞ്ഞതിന് ശേഷം പറയാണ് ചെടിച്ചട്ടി എടുത്ത് എറിഞ്ഞ് തല പൊട്ടിച്ച് അതിനൊന്നും കേസില്ല. എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറയാണ് ഇത് അവരെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറയാ. അന്നു മുതൽ ജനം കണ്ണുവെച്ചതാണ് ഇത് എവിടെ എത്തുമെന്നുള്ളത്. അതിന്റെയൊക്കെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. ഭരണകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോ വിജയിച്ച UDF-ന്റെ ആൾക്കാരും ശ്രദ്ധിക്കണം എന്ന ഒരു പൊതു സന്ദേശമാണ് ഈ ഇലക്ഷനിലൂടെ പൊതുജനം തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ജയത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അടിയുറച്ച നിലപാടുകളും അടിതെറ്റാത്ത സത്യസന്ധതയും രാജ്യ വികസനത്തിന് കൂടിയേ തീരൂ എന്ന ഒരു മെസ്സേജ് UDF നേതൃത്വത്തിന് ജനം കൊടുക്കുന്നുണ്ട്. അത് LDF ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഹരത്തോടു കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് UDF-ന് ജനം കൊടുത്തിട്ടുള്ളത്. ജനസേവകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങളോടൊപ്പം നിന്ന് വിജയം അവിടെ ഉണ്ടാകും. ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമം ഇപ്പൊ UDF-ന്റെ ആയാലും LDF-ന്റെ ആയാലും ജയിച്ചവര് അത് ശ്രദ്ധിക്കണം. ഇപ്പൊ കഴിഞ്ഞ തവണ മത്സരിച്ച ശക്തമായി അവരുടെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ച എല്ലാ MLA-മാരെയും ജയിപ്പിച്ചു. മണലൂരിലെ രവീന്ദ്രൻ സാറിന്റെ വിജയം, പ്രൊഫസർ രവീന്ദ്രനാഥ്, അദ്ദേഹത്തിന്റെ വിജയം നമ്മളിവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയേറെ പണമൊന്നും ഒഴുക്കാതെ അപ്പുറത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി പണം ഒഴുക്കി കോടിക്കണക്കിന് രൂപയുടെ ഒഴുക്കിയിട്ടും അവിടെ രവീന്ദ്രനാഥ് സാർ ജയിച്ചു. അത് പഠിക്കേണ്ടതാണ്. വിനയത്തിന്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ അടിസ്ഥാന യോഗ്യത പ്രതാപനേക്കാളും ഒരുപക്ഷെ LDF-ന്റെ രവീന്ദ്ര സാറിനാണ് ഉള്ളതെന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അവിടെ കണ്ടത്. അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും 10 കൊല്ലം ഭരിച്ച് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരുടെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീഷ്മാചാര്യരായിട്ടുള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന് കഴിഞ്ഞു. അതും പാർട്ടിയുടെ ഏറ്റവും ശക്തമായ പിണറായി എന്ന നിയോജക മണ്ഡലത്തില്. അതൊക്കെ ധർമ്മടത്ത് അത്രയും ചെയ്യുമ്പോൾ അവിടെയും ഒരു മെസ്സേജ് ഉണ്ട്. അധികാരത്തിന്റെ ധാർഷ്ട്യം അതിവിടെ നിർത്തണം.
ഇപ്പൊ ഇനി പുതുതായിട്ട് വരുന്ന മുഖ്യമന്ത്രി മിക്കവാറും വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഇലക്ഷൻ പ്രചരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഒരു അംഗീകാരം കൂടിയാണ്. സതീശൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും എന്ന ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവിന്റെ, നിലപാടുള്ള നേതാവിന്റെ, സത്യസന്ധതയുള്ള നേതാവിന്റെ ഒരു അവരെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വിജയം നേടിയത്. അപ്പൊ അത് ശ്രീ വി.ഡി. സതീശനെ തന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ശ്രീ വി.ഡി. സതീശൻ ജനങ്ങളുടെ മുന്നിൽ വെച്ച പല വിജയമന്ത്രങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. അതൊക്കെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് ആ ടൈം കൊടുക്കണം. അങ്ങനെ അടുത്ത 5 കൊല്ലം കൊണ്ട് കേരളം വികസിച്ച് ഒരു പ്രതീക്ഷയുള്ള സംസ്ഥാനമായി മാറും. യുവാക്കളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി വെളിയിലേക്ക്, രാജ്യത്തിന് വെളിയിലേക്ക് പോയി ഉദ്യോഗം കണ്ടെത്തുന്ന ഒരു സ്വഭാവം നിർത്തി ഇവിടെ തന്നെ തൊഴിൽ മേഖല കണ്ടെത്തി അവരെ പിടിച്ചു നിർത്തേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എന്ന് വാദിക്കുന്ന വി.ഡി. സതീശനെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ പ്രകൃതി സ്നേഹത്തിന്റെ ഹരിത വിപ്ലവകാരികളാണല്ലോ അവര്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ നല്ലൊരു ഭരണമാറ്റം ഉണ്ടായി. ഒരുപാട് മെസ്സേജുകൾ അതിലുണ്ട്. ആ മെസ്സേജിന്റെ അന്തർസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഇപ്പോഴുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ടി.എൻ. പ്രതാപന്റെ തോൽവി, അദ്ദേഹം ഒരുപക്ഷെ മന്ത്രിയാവേണ്ടതായിരുന്നു, മന്ത്രിസഭയിലേക്ക് എത്തേണ്ടതായിരുന്നു. അത് ഈ ഒരു തരംഗത്തിനിടയിലും അദ്ദേഹത്തിന്റെ ഒരു തോൽവി എങ്ങനെ നോക്കിക്കാണുന്നു? ആ തോൽവി ശരിക്കും പറഞ്ഞാല് ചെറിയ, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ അതിവിനയം വേണ്ട, വിനയം മതി. പ്രതാപന്റെ ഭാഗത്ത് തൃശ്ശൂരിലെ എലക്ഷനില് കെ മുരളീധരൻ പരാജയപ്പെട്ട എലക്ഷനില്, സുരേഷ് ഗോപി ജയിച്ച എലക്ഷനില് ജനങ്ങൾക്ക് എന്തുമൊക്കെ സംശയമുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. ഈ മണലൂർ നിയോജക മണ്ഡലം ആ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുൻസി, പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുൻസിയുടെ ഭാഗമാണല്ലോ. ആ ഒരു വ്യത്യാസമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. വളരെ ചെറിയ വോട്ടിനാണ് ശ്രീ പ്രതാപൻ തോറ്റത്. പിന്നൊപ്പം തന്നെ ഈ എലക്ഷന്റെ അടുത്ത ദിവസങ്ങളില് ഒരുപാട് തന്ത്രങ്ങള്, കിറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്ന എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് 10,000 വോട്ടുകളെയൊക്കെ, ഒരു 1000-ഓളം വോട്ടുകളെയൊക്കെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അത് നിലപാടുകളുടെ ഒരു പ്രശ്നം തന്നെയാണത്. അദ്ദേഹം ജയിക്കുമായിരുന്നു, അദ്ദേഹം കുറച്ച് സൂത്രപ്പണികളൊക്കെ ഒഴിവാക്കിയെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അവിടെ മാത്രമല്ല, കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആണ് ഇപ്പുറത്ത് എതിരാളിയായിട്ട് നിന്ന മുൻ മന്ത്രി രവീന്ദ്ര സാർ. അതേ ഒരു പ്രൊഫസറാണ്, ഇപ്പോഴും വളരെ വളരെ മിതവ്യയമായി കാര്യങ്ങൾ ചെയ്യുന്ന, എല്ലാത്തിനും അന്വേഷിച്ചു ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രണ്ടുപേരും, ഒരാളൊരു പോളിഷ്ഡ് മാൻ, ഒരാളൊരു ഹാർട്ട്ഫുൾ മാൻ. ആ ഒരു വ്യത്യാസം പൊതുജനത്തില് നല്ലൊരു വിഭാഗം കണക്കിലെടുത്തിട്ടുണ്ടാകാം. അതൊക്കെ ആയിരിക്കും അതിന്റെ കാരണം. അല്ലെങ്കിൽ UDF-ന് ഇത്ര വലിയ വിജയമുള്ളപ്പോഴും ശ്രീ പ്രതാപൻ മാത്രമായിട്ട് അങ്ങനെ തോക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു മെസ്സേജും കൂടിയുണ്ട്. അകത്തും പുറത്തും എളിമ രാഷ്ട്രീയക്കാർക്ക് വേണം. ഒരു സൂത്രപ്പണിയും ജനം ഏറ്റെടുക്കില്ല. ഒപ്പം കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ അവര് ജയിച്ചത് ഈ കിറ്റിന്റെ കോവിഡിന്റെ ഒരു പ്രചരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അതൊക്കെ ജനം തള്ളിക്കളഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് തന്നെയാണ് അതിന്റെയൊക്കെ അന്ന് കാണിച്ച ചില സൂത്രപ്പണികളുടെ ചില ഭാഗങ്ങള് ശ്രീ പ്രതാപൻ അവിടെ കാണിച്ചിട്ടുണ്ടാകുമെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പൊ സൂത്രപ്പണി കൊണ്ടൊന്നും നടക്കില്ല, ഹാർട്ട്ഫുൾ ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കാര്യങ്ങൾ നടക്കും. അതാണല്ലോ ഇപ്പൊ ചാണ്ടി ഉമ്മൻ 50,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചു. വിഷ്ണുനാഥ് അതേപോലെ തന്നെ ജയിച്ചു. അതേപോലെ തന്നെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി നല്ല വോട്ടിന്, പ്രദീപ് നല്ല വോട്ടുകൾക്ക് ജയിച്ചു. LDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ. അപ്പോ നല്ലവണ്ണം പ്രവർത്തിക്കുന്നവർക്ക് നല്ല ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. എല്ലാവരും എല്ലാം അറിയുന്നവരാണ്. പോളിഷ് ചെയ്ത് നടക്കുമ്പോഴും പോളിഷ് ചെയ്ത് വർത്താനം പറയുമ്പോഴും ഒക്കെ അതൊക്കെ മാറ്റേണ്ട സമയമായി എന്ന മെസ്സേജ് കൂടി പ്രതാപന്റെ തോൽവിയിൽ അടങ്ങിയിട്ടുണ്ട്.